അടുത്തത് ബേസ് പെയറുകളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ്. സോ എ പെയർ ഓഫ് ന്യൂക്ലിയോടൈഡ്, നമ്മൾ പറഞ്ഞു ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഡൈന്യൂക്ലിയോടൈഡ്, വീണ്ടും ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ ട്രൈന്യൂക്ലിയോടൈഡ്, അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ് ആകുമ്പോൾ പോളിന്യൂക്ലിയോടൈഡ്. സോ ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് പെയർ ചെയ്യുമ്പോൾ, അതും ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു 3' to 5' പൊസിഷനിൽ, അപ്പോൾ അവിടെ നൈട്രോജീനസ് ബേസുകൾ തമ്മിൽ ഒരു ലിങ്ക് വരുന്നുണ്ട്. സോ എ പെയർ ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ എ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്, ഒരു സ്ട്രാൻഡിൽ DNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡ് ആണ്, ഒരു സ്ട്രാൻഡിലുള്ള നൈട്രോജീനസ് ബേസും അടുത്ത സ്ട്രാൻഡിലുള്ള ന്യൂക്ലിയോടൈഡിൻ്റെ കൂടെയുള്ള നൈട്രോജീനസ് ബേസുകളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ ബേസ് പെയർ എന്ന് പറയാം. സോ ഒരു ന്യൂക്ലിയോടൈഡിലുള്ള നൈട്രോജീനസ് ബേസും അടുത്ത കോംപ്ലിമെൻ്ററി ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് പാരലായിട്ട് കാണുന്ന അടുത്ത ന്യൂക്ലിയോടൈഡിലെ നൈട്രോജീനസ് ബേസും തമ്മിൽ ഒരു കോംപ്ലിമെൻ്ററി ഉണ്ടായിരിക്കണം. സോ അതിനെയാണ് നമ്മൾ ബേസ് പെയർ എന്ന് പറയുക. സോ പെയർ ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്, രണ്ട് അപ്പുറത്തുള്ള ആ DNA അല്ലെങ്കിൽ പോളി ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡുകളിൽ നൈട്രോജീനസ് ബേസുകൾ തമ്മിൽ ഒരു കോംപ്ലിമെൻ്ററിറ്റി ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഈ രണ്ട് ബേസുകൾ തമ്മിൽ ബേസ് പെയർ എന്ന് പറയും. സോ എത്ര നമ്പർ ഓഫ് ബേസ് പെയർ എന്നുള്ളത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എവറി ഓർഗാനിസം, ഓരോ സ്പീഷീസിനും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസത്തിനും ഇത്ര നമ്പർ ഓഫ് ബേസ് പെയർ എന്നുള്ളത് ആ ഓർഗാനിസത്തിൻ്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചറാണ്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5x174 ഫേജ്, ഇതൊരു ബാക്ടീരിയോ ഫേജ് ആണ്. ബാക്ടീരിയോ ഫേജ് എന്ന് പറഞ്ഞാൽ വൈറസസ്, ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോ ഫേജ് എന്ന് പറയുക. സോ 5x174 ഫേജിന് അതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസാണ്. അതിൻ്റെ ബേസ് പെയർ 5386, 5386 ബേസുകളാണ് ഈ പറഞ്ഞ 5x174 ഫേജിനുള്ളത്. അതേപോലെ വേറൊരു ഫേജ് നോക്കുകയാണെങ്കിൽ ലാംഡ ഫേജ്, ലാംഡ ഫേജിന് നോക്കുമ്പോൾ 485502 ബേസ് പെയറാണ്. ഇത്രയും ബേസ് പെയർ ലാംഡ ഫേജിനുണ്ട്. ഇതിനാണെങ്കിൽ 5386 ആണ്, ഇത് 48502. ഇത്രയും ബേസ് പെയറാണ് ലാംഡ ഫേജിനുള്ളത്. അതേസമയം നോക്കിയാൽ എസ്ചെറീഷ്യ കോളൈ, നമുക്ക് ഒരുപാട് അറിയുന്നത് ഈ കോളൈ, എസ്ചെറീഷ്യ കോളയുടെ ബേസ് പെയർ നോക്കിയാൽ 4.6 × 10⁶ ബേസ് പെയറാണ്. അതുപോലെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 3.3 × 10⁹ ബേസ് പെയറാണ്. ഇതൊരു ഹാപ്ലോയിഡ് കണ്ടൻറ്റ്, പകുതി ക്രോമസോം അല്ലെങ്കിൽ ആ കണ്ടൻറ്റാണ് ഈ കാണിച്ചേക്കണം. സോ ഇത്രയും ബേസ് പെയറുകളാണ് ഡിഫറൻ്റ് ആയിട്ട് ഓരോ ഓർഗാനിസത്തിനും അവരുടെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ബേസ് പെയറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബേസ് പെയറുകളുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് DNA ഉണ്ട്, RNA ഉണ്ട്. DNA എന്ന് പറഞ്ഞാൽ പോളിന്യൂക്ലിയോടൈഡും RNA എന്ന് പറഞ്ഞാൽ പോളിന്യൂക്ലിയോടൈഡ്, രണ്ടും ന്യൂക്ലിക് ആസിഡാണ്. സോ DNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് പോളിന്യൂക്ലിയോടൈഡിൽ അവിടെ കാണുന്ന ബേസ് പെയറുകൾ അഡെനീൻ, സൈറ്റോസിൻ, ഗ്വാനിൻ ആൻഡ് തൈമിൻ. അതേസമയം RNAയിൽ കാണുന്ന ബേസ് പെയറുകൾ നോക്കിയേ അഡെനീൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, യുറാസിൽ. ഇതിൽ അഡെനീൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡെനീൻ, സൈറ്റോസിൻ, ഗ്വാനിൻ ഇത് രണ്ടും DNAയിലും RNAയിലും എന്താണ് അതിൻ്റെ അർത്ഥം? കോമൺ ആണ്, രണ്ടും ഒരുപോലെ. അഡെനീനും സൈറ്റോസിനും ഗ്വാനിനും എന്താ DNA-യിലും കാണും RNAയിലും കാണും. ബട്ട് തൈമീൻ DNA-യിൽ മാത്രമേ കാണുള്ളൂ. തൈമീൻ എവിടെ മാത്രമേ കാണുള്ളൂ? DNA-യിൽ. യുറാസിലാണെങ്കിൽ RNA-യിൽ മാത്രം. സോ തൈമീൻ DNA-യിൽ മാത്രം, യുറാസിൽ RNA-യിൽ മാത്രം. ഇതാണ് ആ ബേസ് പെയർ, DNA-യിലും RNA-യിലുള്ള ബേസ് പെയറിൻ്റെ വ്യത്യാസം.